ചങ്ങായിമാരെ, ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സംഘി കണ്ടം വഴി ഓടുന്ന മനോഹരമായ കാഴ്ചയാണ്. ആ സംഘി വേറെ ആരുമല്ല, സംഘിയുടെ എല്ലാമായ സന്ദീപ് വചസ്പതിയാണ് ആ സംഘി. സന്ദീപ് വചസ്പതി ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് 1,25,000 പറഞ്ഞത് ഒറ്റയടിക്ക് 25 ലക്ഷത്തിലേക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്തില്ലേ, ആ ചങ്ങായി തന്നെ, ആ മൊണ്ണ തന്നെയാണ് ഈ സന്ദീപ് വചസ്പതി. ഇന്നലെ 24-ലുണ്ടായ ഒരു ചർച്ചയിൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, അത് ഹിന്ദു രാഷ്ട്രമായിട്ട് തന്നെ നിൽക്കുന്നെല്ലാം തള്ളിയ സന്ദീപ് വചസ്പതിയെ അവിടെ ഉണ്ടായിരുന്ന വിവരവും ബോധമുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് എയറിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംഖ്യ ഉണ്ടല്ല, ആ പരിപാടി പരമാവധി അലമ്പാക്കാൻ നോക്കുന്നുണ്ട്. നമുക്കെന്തായാലും ആദ്യം തന്നെ ഈ സംഖ്യ ആ പരിപാടി അലമ്പാക്കാൻ നോക്കുന്നത് കണ്ടാലോ. നോർത്തിൽ ആക്രമിക്കപ്പെടുന്ന മുഴുവൻ മലയാളികളെ വൈദ്യരാണ്. അക്രമം എവിടെയും ഉണ്ടാവും സുഹൃത്തെ. അതൊന്നും മുഴുവൻ RSS തലയിലോട്ട് കെട്ടിവെച്ചിട്ട് മതേതരവാദി ഒന്നും ചമയണ്ട. ഞങ്ങൾക്ക് ആ പട്ടം വേണ്ട. സന്ദീപ് പറഞ്ഞാണ് ശരി, ഞങ്ങൾക്ക് ആ പട്ടം വേണ്ടെന്ന്. മതേതരവാദി സത്യം മതി. പട്ടം വേണ്ട. നിങ്ങൾ വത്തിക്കാൻ ന്യൂസാണ്, വത്തിക്കാൻ ന്യൂസ് അല്ല, ഇന്ത്യൻ ന്യൂസ് മാത്രമല്ല. ഇതാണ് കുഴപ്പം. ഇതെന്താ കുഴപ്പം അറിയാമോ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ചൊരിഞ്ഞു കയറും. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ചൊരിഞ്ഞു കയറും. എന്തിനാ ചൊരിഞ്ഞു കയറുന്നത്? എന്തിനാണ് അങ്ങനെ ചൊരിഞ്ഞു കയറുന്നത്? ഇവിടെ സന്ദീപ് പറഞ്ഞപ്പോ 2008 ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ടു, 2009 അതിന് പകരമായി ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെട്ടു എന്നൊരു ഉത്തര സംസാരം. ഗ്രഹാം സ്റ്റെയിൻസ് 1999 അതിന് പകരമായി നടക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടും ഒരേപോലെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ മതത്തിന്റെ പേരിൽ വ്യാപകമായി ആക്രമിക്കുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്, അവർ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്. ഇന്ത്യ കേരളത്തിലല്ലേ? ഞങ്ങൾ ഇന്ത്യയിൽ എന്നാ പറഞ്ഞത്. ഇന്ത്യയിൽ ഒന്നാകെ അതുണ്ട്. കേരളം ഇന്ത്യ തന്നെയാണോന്ന് സന്ദീപ് വചസ്പതി നമുക്കിപ്പോ ചെറിയൊരു സംശയമുണ്ട്. കാരണം നിങ്ങളെ കേന്ദ്ര ബഡ്ജറ്റില്ലേ, ആ ബഡ്ജറ്റ് കാണുമ്പോൾ കേരളം ഇന്ത്യയിലാണോന്ന് നല്ല സംശയം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ കണ്ടില്ല ഈ ചങ്ങായി ഉത്തരം മുട്ടുമ്പോ കുരുപൊട്ടിട്ട് ആ പരിപാടി അലമ്പാക്കുന്നത്. ഇനി നമുക്കുണ്ടല്ലോ ഈ അലമ്പാക്കാൻ നോക്കുന്ന, പരമാവധി അലമ്പാക്കാൻ നോക്കുന്ന സന്ദീപ് വചസ്പതിയെ, ആ പരിപാടി പങ്കെടുത്ത സാധാരണ ആൾക്കാർ ഈ സന്ദീപ് വചസ്പതിയെ എയറിലേക്ക് മനോഹരമായി കൊണ്ടുപോകുന്ന ആ കാഴ്ച കൂടി കണ്ടിട്ട് വന്നാലോ. അതിനു മുമ്പ് കലാപം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്ത് തുണിയും യാതൊരു സാധനവും ഇല്ലാതെ വെറും നഗ്ന സന്യാസിമാർ കയറി ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചെന്തുകൊണ്ടാ? അത് അവരോട് ചോദിക്കല്ല, താങ്കളാണ് പറയേണ്ടത്. താങ്കൾ ഒരു മതത്തെ സാധൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ പറയാൻ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയാ പോരാ, മനസ്സിലായോ? അതുപോലെ നരേന്ദ്രമോദി ഇവിടെ അടൽ ബിഹാരി വാജ്പേയി അതുപോലെ ജനസംഘം വന്ന് BJP-യിലേക്ക് വരുമ്പോൾ ഇവിടെ 2 പേരാണ് BJP-ക്ക് പാർലമെന്റ് ഉണ്ടായിരുന്നത്. അന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു ഞങ്ങൾ ഒരു അധികാരത്തിൽ വരുന്ന കാലഘട്ടം കഴിഞ്ഞ അധികാരത്തിൽ എങ്ങനെ ഇവിടെ രാമന്റെ പേര് പറഞ്ഞ് അല്ലെ മഹാഭാരത കഥ പറഞ്ഞ് ഒരു സീരിയൽ ഇവിടെ വന്നു. ആ സീരിയലിന് ശേഷമാണ് ഇവിടെ ബാബരി മസ്ജിദ് പൊളിഞ്ഞത്. വിദ്യാഭ്യാസത്തിൽ മതം കലർത്താൻ പാടില്ല. കാരണം എന്താണ്? നിങ്ങൾക്കും ഇവർക്കും ഇരിക്കുന്ന സർവത്ര വർഗീയവാദികൾക്കും മതമാണ് പ്രശ്നം. മതത്തിന്റെ പേരിലാണ് ഇന്ത്യ കുട്ടിച്ചോറാക്കിയത്. കോപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയിൽ സെക്കൻഡ് ഇയർ BBLLB ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ്. എന്റെ പേര് ബബിത മനോജ്. അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ നമ്മൾ നിയമ വിദ്യാർത്ഥി ആകുമ്പോൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ തന്നെയുണ്ട് സെക്യുലർ നേഷൻ. പക്ഷേ സെക്യുലറിസം എന്ന് വെച്ചാൽ മതമാർക്കും ഉണ്ടാവരുത് എന്നല്ല. നമ്മുടെ സ്റ്റേറ്റ് ഇതിൽ ഇന്റർഫിയർ ചെയ്യില്ല, സ്റ്റേറ്റ് സ്പോൺസേർഡ് റിലീജിയൻ ഉണ്ടാവില്ലെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ 2026 ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് നമ്മൾ പിന്നോക്കം പോകുന്നതിന്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത്. അടുത്ത കാര്യം, ഇവിടെ ഏതൊരു പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ നേതാവ് പറയുകയുണ്ടായി ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന്. അത് നമ്മൾ ഭരണഘടനയ്ക്ക് നേരെ വിപരീതമാണ് പറയുന്നത്. നമ്മളൊരു മതേതര രാജ്യമാണെന്ന് നമ്മൾ പറയുകയും ഒരു ഇന്ത്യൻ ആണെന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ അഭിമാനം കൊള്ളുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മതം അത് നമ്മുടെ ഐഡന്റിറ്റി അല്ല ആക്കേണ്ടത്, നമ്മുടെ വിശ്വാസമാണ്. ഈ രാജ്യം പ്രത്യേക ഒരു മതത്തിന്റെ എന്നൊക്കെ പറയുമ്പോൾ അത് ബാക്കിയുള്ള ആൾക്കാർക്ക് നമുക്ക് ഭീതി എടുക്കുകയല്ലേ ചെയ്ത്. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ആ ഒരു ചിന്തകൾ, അതായത് ഇതുവരെ കേരളത്തിൽ എനിക്ക് ഇവിടെ ഇന്ത്യ ഹിന്ദു രാജ്യമാണെന്ന് പറയുന്നത് സന്ദീപിന്റെ അഭിപ്രായമാണ്. ഇന്ത്യ സെക്യുലർ എനിക്ക് പറയാൻ പറ്റുള്ളൂ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒന്നിനും സാധാരണപ്പെട്ട ജനങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ സംഖ്യയുടെ എല്ലാമായ സന്ദീപ് വചസ്പതി അവിടെ കിടന്ന് മെഴുകുന്നത് കണ്ടാണ്. എന്നിട്ട് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക, അതും പോരാഞ്ഞിട്ടില്ല, ഫിലേ പോയ പോലെ അത്തും മുത്തും തിരിയാണ്ട് ഒരേ ചിരിച്ചിരിക്കുക. സാധാരണപ്പെട്ട ജനങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഇമാതിരി ഉത്തരം മുട്ടുന്ന ഇവനെയാണ് സംഖ്യകൾ എന്തോ വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇനി ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് ലാസ്റ്റത്തെ വീഡിയോ കൂടി കാണിച്ചുതരാം. ഈ വീഡിയോയിലാണ് വചസ്പതി ശരിക്കും കണ്ടം വഴി ഓടുന്നത്. ഇനി ഞാൻ ഈ പരിപാടിക്കില്ല, ഈ കളിക്കില്ല എന്ന് പറഞ്ഞ് സന്ദീപ് വചസ്പതി കരഞ്ഞു മെഴുകിക്കൊണ്ട് ഓടുന്ന ആ മനോഹരമായ കാഴ്ച കൂടി കാണാം.
ഇന്ത്യയിൽ കലാപം ഉണ്ടായിട്ട് ഒറ്റപ്പെട്ട ഇഷ്ടംപോലെ. ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്നും ഒരു അച്ഛന് അല്ലെങ്കിൽ കന്യാസ്ത്രീക്ക് വടക്കേണ്ടി പോകണമെങ്കിൽ അവിടെ ഡ്രസ് ഊരിട്ട് ബാഗിൽ വെക്കണം, എന്നാലേ പറ്റുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണെന്ന് പോലും സമ്മതിക്കാത്തവരാണ്. ഒന്ന് ഇദ്ദേഹം പറഞ്ഞത് മഹാത്മാഗാന്ധി നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്നപ്പോൾ അതിനുപോലും അംഗീകരിക്കാത്ത ആളാണ്. രണ്ട്, വർഗീയ കലാപങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ മോദി വന്നതിന് ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ മോദി വന്നതിന് ശേഷമാണ് വർഗീയ കലാപങ്ങൾ. അല്ല, മോദി വരുന്നതിന് മുമ്പ് വർഗീയ കലാപങ്ങൾ RSSന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അത് മോദി വന്നതിന് ശേഷം സഹായത്തോടെ ഇന്ത്യക്ക് ആക്രമിക്കപ്പെടുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെയും ദളിതരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം സാറിനോട് ഒരു മിനിറ്റ് തരാൻ പറഞ്ഞതാ. അദ്ദേഹം പറഞ്ഞു വർഗീയ കലാപങ്ങളൊന്നും ഇല്ലെന്ന്. അത് കേരളത്തിന്റെ സ്ഥിതിയാണ്. നാഷണൽ ക്രൈം ബ്യൂറോ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിനകത്ത് വർഗീയ കലാപമില്ല. പക്ഷേ ഇന്ത്യയിൽ ആകമാനം ഈ പറഞ്ഞ പോലെ ഉദാഹരണങ്ങൾ ഒരുപാട് കാണാൻ കഴിയും. അതായത് ഇപ്പൊ മണിപ്പൂർ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ട് സംഘപരിവാര സംഘടനകളുടെ ഇടപെടലിന്റെ ഭാഗമായി ആക്രമിക്കപ്പെടുന്നുണ്ട്. 2014 ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് ഈ കലാപം നടന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാം. എനിക്കൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾ ഈ പറഞ്ഞ മണിപ്പൂർ ഇഷ്യൂവിനെ പറ്റി കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മണിപ്പൂർ വിഷയമാണെങ്കിൽ എനിക്ക് വിശദീകരിക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു അനവധി പേർ അവിടെ മണിപ്പൂർ നേരിട്ട് പോയി അനുഭവിച്ചറിയുകയും അന്വേഷിക്കുകയും ചെയ്ത ആളുകളാണ്. ഇദ്ദേഹം പറയുന്നത് ഓസ്വാൾഡ് ഗ്രേഷ്യസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് പറഞ്ഞൊരു കാര്യമാണ്. ആ ബിഷപ്പ് പറഞ്ഞ സമയത്ത്, അതായത് മണിപ്പൂരിൽ ഇന്റർനെറ്റ് ഇല്ല, ഫോണില്ല, ഒരു സാധനവും ഇല്ലാതെ കംപ്ലീറ്റ് കട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് സർക്കാർ പോയി കൊടുത്ത ഒരു വിശദീകരണം അതാണെന്ന് വിചാരിച്ച് ബിഷപ്പ് പറഞ്ഞതാ. പിന്നീട് ബിഷപ്പ് വളരെ കൃത്യമായിട്ട് CBCIയുടെ പ്രസ്താവന വരെ വന്നിട്ടുണ്ട്. അത് വായിച്ചിട്ടില്ല. ആ CBCI തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മണിപ്പൂരിൽ 350ഓളം പള്ളികൾ ആക്രമിക്കപ്പെട്ടതിൽ 125ഓളം പള്ളികൾ മെയ്ത്തികളുടേതാണ്. മെയ്ത്തി കുക്കി സംഘർഷമാണെങ്കിൽ മെയ്ത്തിയുടെ പള്ളി ആക്രമിക്കപ്പെടില്ല. പള്ളി ആക്രമിക്കപ്പെട്ടു. അല്ലല്ല, പള്ളികൾ മാത്രം. ഞാൻ അടുത്തൊരു കാര്യം പറയാം, പള്ളികൾ മാത്രം. ഇനി ഇത് നോക്കൂ, പള്ളികൾ മാത്രം. ഇനി അതിനകത്ത് മരിച്ചവരുടെ എണ്ണത്തിൽ ഭൂരിഭാഗം പേരും ദളിതരാണ്, ഗോത്രവർഗ്ഗക്കാരാണ്. കാന്തമാലിൽ മരിച്ചവരുടെ എണ്ണം പുറത്താക്കപ്പെട്ടവർ ദളിത് ക്രിസ്ത്യാനികളാണ്. 56,000 പേരിൽ ഏതാണ്ട് 50,000 പേരും ദളിത് ക്രിസ്ത്യാനികളാണ്, പാവപ്പെട്ട മനുഷ്യരാണ്. നിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായ ആക്രമണം നടത്ത പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം എണ്ണി നോക്കിക്കോ, കണ്ടു നോക്കിക്കോ, മുഴുവൻ ദളിതരാണ്, പാവപ്പെട്ട മനുഷ്യരാണ്. അവിടെയാണ് അപകടം എന്ന് പറയുന്നത്. ഈ 2014 അങ്ങ് ചോദിച്ചത് നമ്മുടെ എന്തോ അജണ്ടയാണോ അല്ലെ? അങ്ങനെ ചോദിച്ചത് 2014 ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയാണ്? ഇന്ത്യയെ 947 മുതൽ 2014 വരെയുള്ള ചരിത്രം നിങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യയുടെ കലാപത്തിന്റെ ചരിത്രം കൂടി പഠിക്കണം. ഇന്ത്യയുടെ എല്ലാ വർഷവും ഇന്ത്യ മഹാരാജ്യത്ത് കലാപങ്ങൾ സർവ്വസാധാരണമായിരുന്നു. ഇന്ത്യ നരേന്ദ്രമോദി വർഷമൊന്നും പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ ഈ രാജ്യം എന്താണ്? എല്ലായിടത്തും എല്ലാ കാലത്തും വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഇന്ത്യയിൽ എല്ലാ വർഷവും പറയൂ. ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന കലാപങ്ങൾ 2014 ശേഷവും 2014 മുൻപ് എന്ന് വർഗീകരിച്ച് ഈ കാണുന്ന പ്രബുദ്ധരായ പ്രേക്ഷകർ പഠിക്കണം. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല. കണ്ടോ സംഖ്യയുടെ എല്ലാമായ സന്ദീപ് വചസ്പതിയുടെ ദയനീയ അവസ്ഥ. ഉത്തരം മുട്ടുമ്പോ പരിപാടി അലമ്പാക്കുക, എന്നിട്ട് എനിക്ക് ഉത്തരവില്ല, ഞാൻ മറുപടി പറയില്ല എന്നും പറഞ്ഞ് വീണ്ടും അലമ്പാക്കുക. പാവം ഈ സന്ദീപ് വചസ്പതിയുടെ ആരാധകരായ സംഘികൾ ഈ കാഴ്ച എങ്ങനെ സഹിക്കും? മൂപ്പർ പറഞ്ഞ പച്ചക്കള്ളം കണ്ടില്ലേ? 2014 ശേഷം ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ടായിട്ടില്ലാന്ന്. അതായത് BJP ഭരണത്തിൽ വന്ന ശേഷം ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ടായില്ല എന്നാണ് ഈ ചങ്ങായി പറയുന്നത്. ഇതെങ്ങാനുണ്ടല്ലോ, ഈ ചങ്ങായി പറഞ്ഞത് എങ്ങാനുണ്ടല്ലോ, ഉത്തരേന്ത്യയിലെ സംഘികൾ കേട്ടാൽ അവർ തന്നെ ചിരിച്ചു വണ്ടറണി പോകും. കാരണം ഉത്തരേന്ത്യയിലെ സംഘികൾ ഓരോ ദിവസവും രാവിലെ എണീക്കുന്നത് തന്നെ ഇവിടെ കലാപം ഉണ്ടാക്കാന്ന് ആലോചിച്ചിട്ടാണ്. ഇതാണ് ഒരു ശരാശരി സംഘിയുടെ അവസ്ഥ. ഇതാണ് സംഘികൾ പൊക്കിപ്പിടിച്ച് നടക്കുന്ന സംഘികളുടെ നേതാവിന്റെ അവസ്ഥ. ഭയങ്കരമായ ഡയലോഗ് ഇവര് സ്വന്തം ഫേസ്ബുക്കിൽ അടിക്കും. എന്നിട്ട് ഏതെങ്കിലും പരിപാടിയിൽ സാധാരണക്കാരന്റെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉത്തരം മുട്ടിയിട്ടുണ്ടാ അവിടെ കിടന്ന് അലമ്പി മെഴുകും. എന്തായാലും സാധാരണ പോലെ തന്നെ ഉത്തരം മുട്ടുമ്പോ പരിപാടി അലമ്പാക്കാൻ നോക്കിയ സന്ദീപ് വചസ്പതിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സൂലാൻ.